കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പിയാണ്. വെയിറ്റ് കുറഞ്ഞു കിട്ടാൻ സഹായിക്കുന്ന ഒരു സ്മൂത്തിയുടെ റെസിപ്പി. ഇത് രാത്രി 7 മണിക്ക് ഈ സ്മൂത്തി കുടിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിന്നെ രാത്രി ഡിന്നറിൻ്റെ ഒന്നും ആവശ്യമില്ല. ഇതാണ് കുടിക്കേണ്ടത്. എന്തെല്ലാം ചെയ്തിട്ടും വെയിറ്റ് കുറക്കാതെ ഒരു മാറ്റവും വരാത്ത ആൾക്കാർക്ക് ഈ സ്മൂത്തി കുടിക്കുകയാണെങ്കിൽ നല്ല മാറ്റം വരുന്നതായിരിക്കും. കോൺസ്റ്റിപ്പേഷന് നല്ല ഇത് വരും. വയറ്റിൽ നിന്ന് പോകാതെ മുറുകി പോകുന്നവർക്കൊക്കെ നല്ല ഇതായിട്ട് പോകും, സ്മൂത്തായിട്ട് പോകും. കുറച്ച് ദിവസം ഈ ഡയറ്റ് നോക്കിയിട്ട് നിങ്ങൾക്ക് ശരിയായില്ല എന്നുണ്ടെങ്കിൽ ഇത് നിർത്തിയേക്കണം, പിന്നെ ചെയ്യരുത്. എന്തെങ്കിലും നല്ല മാറ്റം ഉണ്ടെങ്കിൽ വീണ്ടും ചെയ്താൽ മതി. നിങ്ങൾ നല്ലപോലെ ഡയറ്റ് ചെയ്തിട്ടും ആഹാരം കൺട്രോൾ ചെയ്തിട്ടും നിങ്ങളുടെ വെയിറ്റ് കുറയുന്നില്ലെങ്കിൽ ഈ ഡ്രിങ്ക് വളരെ പ്രയോജനം ചെയ്യും. ഇത് സ്മൂത്തി ആയിട്ടാണ് കുടിക്കേണ്ടത്. ഇത് അരിക്കാതെയാണ് കുടിക്കേണ്ടത്. ഇത് ജ്യൂസായിട്ടല്ല കുടിക്കേണ്ടത്. എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും റിലേറ്റീവ്സിനും എല്ലാം ഇത് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനി ഈ സ്മൂത്തി ഉണ്ടാക്കാൻ എന്തെല്ലാം വേണമെന്നാണ് ഞാൻ പറയുന്നത്. സ്മൂത്തി ഉണ്ടാക്കുന്നതിന് 50 ഗ്രാം പൈനാപ്പിൾ, ഒരു കുക്കുംബർ സ്ലൈസ് ചെയ്തത്, പിന്നെ മല്ലിച്ചീരയും പുതിന ഇലയും, ഇഞ്ചി ഒരു കഷ്ണം, ഒരു നാരങ്ങ, ഇത്രയാണ് വേണ്ടത്. കുക്കുംബർ വളരെ ഫൈബറുള്ള ഒരു ഫ്രൂട്ട്സാണ്. ഇത് വളരെ നല്ലതാണ്. സ്റ്റൂളൊക്കെ നല്ല ഇത് സ്മൂത്തായിട്ട് വരുന്നതിന് വളരെ നല്ലതാണ്. വായിലുള്ള ഒരുമാതിരി അൾസർ പോലെ പഴുപ്പൊക്കെ വരുന്നത് മാറാൻ വേണ്ടി കുക്കുംബർ വളരെ പ്രയോജനം ചെയ്യും. വയറ്റിലെ കൊഴുപ്പ് അടിഞ്ഞു കൂടുന്നത് തടയാനും ഇത് നല്ലതാണ്. സ്കിന്നിനും ഇത് വളരെ പ്രയോജനം ചെയ്യും. പുതിന, മല്ലിയില ഇവ കുക്കുംബറിൻ്റെ കൂടെ അടിച്ച് പ്രത്യേകം കുടിക്കുന്നതും വളരെ നല്ലതാണ്. ഇത് ഇനി മിക്സിയുടെ ജാറിലിട്ട് അടിച്ചു കൊണ്ടുവരാം. അപ്പോഴും കുക്കുംബറും എല്ലാം ഇട്ടുള്ള ജ്യൂസ് ഞാൻ മിക്സിയുടെ ജാറിൽ അടിച്ചു കൊണ്ടുവന്നിട്ടുണ്ട്. ഇനി അത് ഗ്ലാസ്സിലോട്ട് ഒഴിച്ചു കൊടുക്കും. നല്ല വെയിറ്റ് കുറക്കാനും എല്ലാം നല്ല ഒരു സ്മൂത്തിയാണിത്. രാത്രി ഡിന്നറിന് ഇത് മാത്രം മതി. ഒരു നാരങ്ങയും കൂടി പിഴിഞ്ഞിട്ട് ഇതൊരു 7 മണി ആകുമ്പോഴേക്കും കുടിച്ച് ഡിന്നർ അവസാനിപ്പിക്കണം. ഇതൊരു 10 ദിവസം ഇങ്ങനെ ചെയ്ത് നിങ്ങൾക്ക് മാറ്റമൊന്നും കിട്ടുന്നില്ലെങ്കിൽ പിന്നെ ഇത് ചെയ്യേണ്ട ആവശ്യമില്ല. ഇത് നല്ല മാറ്റം വരുമെന്നാണ് ഞാൻ പറയുന്നത്. ഇത് പലരും കുടിച്ചിട്ട് നല്ല അഭിപ്രായമാണ് കാണുന്നത്. അരമുറി നാരങ്ങ എടുത്ത് ഇതിൽ പിഴിഞ്ഞൊഴിക്കുക. വെയിറ്റ് ലോസിന് വളരെ ഉപകാരപ്പെടുന്ന ഒരു ഡ്രിങ്കാണിത്. എല്ലാവരും ചെയ്തു നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇനി ഒരു നല്ല റെസിപ്പിയായിട്ട് വരുന്നതുവരെ ബൈ.